അങ്ങനെ പറയുന്ന നേരം കൊണ്ട് വെക്കേഷനും കഴിഞ്ഞു. ഇനി സ്കൂൾ തുറപ്പിന് ആവശ്യമായ സാധനങ്ങളും വാങ്ങി സ്കൂളിലേക്ക് വിടാനുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ ഇവരെയും കൊണ്ട് സാധനം മേടിക്കാൻ കടയിൽ പോയതാണ്. ഞാൻ പെട്ട പാടൊന്നും പറയണ്ട. ഇവരെന്തൊക്കെ സാധനങ്ങളാണ് എടുത്തുകൊണ്ട് വരുന്നത്. ഞാൻ ഇതെടുത്തോട്ടെ അമ്മേ, ഞാൻ അതെടുത്തോട്ടെ അമ്മേ. ഞാൻ മേടിക്കാൻ പോയ കാര്യം വരെ ഞാൻ മറന്നുപോയി. ഞാൻ എത്രയും പെട്ടെന്ന് ഇവരെയും കൊണ്ട് പയ്യെ പാക്ക് ചെയ്ത് ഞാനിങ്ങ് പോരുന്നു. ഇവർ രണ്ടുപേരെയും കൊണ്ട് പോയാൽ ഒരു കാര്യവും നടക്കില്ല. എപ്പോഴും ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരും. നല്ലത് എനിക്ക് തോന്നുന്നു വീട്ടിൽ നിർത്തിയിട്ട് പോകുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സാധനം എടുത്ത് ഞാൻ വിചാരിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ സന്തോഷത്തെ പണ്ടത്തെ പിള്ളേരെ കണക്കൊന്നും അല്ലെന്ന് ഇപ്പോഴത്തെ പിള്ളേർ ഒന്നും പറയണ്ട. അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇല്ലാതെ അവർ കടയിൽ നിന്ന് ഇറങ്ങില്ല. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് നമ്മൾ തന്നെ പോയി മേടിച്ചുകൊണ്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് പതുക്കെ ബുക്കൊക്കെ ഞങ്ങൾ പൊതിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ പൊതിയിട്ട് സൂപ്പറായിട്ടൊക്കെ വെച്ചേക്കുന്നു. ഒരാഴ്ച അങ്ങോട്ട് കഴിയണ്ട അപ്പോഴത്തേക്കും തുടങ്ങും എല്ലാം അടിച്ച് പണിഞ്ഞ് എല്ലാം റെഡിയാക്കി കൊണ്ടുവരും. പിന്നെ പാത്രമുണ്ടോ, ബുക്കുണ്ടോ, ബോട്ടിലുണ്ടോ, ഒരു സാധനം ഉണ്ടാവില്ല. ഇത് നോക്കി നടക്കുന്നത് തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പിന്നെ ടീച്ചറിനെ വിളിക്കാൻ നടക്കണം. ബോട്ടിൽ കണ്ടില്ല, ബുക്ക് കണ്ടില്ല, ഒന്നും പറയണ്ട. അങ്ങനെ 2 മാസം യുദ്ധം കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങി. ഇനി വീട്ടിലൊരനക്കവും ഉണ്ടാവില്ല. രണ്ടുപേരും പോയപ്പോഴത്തേക്ക് വീട് ഉറങ്ങിയ പോലെയായി. വഴക്കും മേളമൊക്കെ ആയിട്ട് എന്താ ഒരു ബഹളമായിരുന്നു. അങ്ങനെ